പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കുക മാത്രമല്ല സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കട്ടോ. ആൻഡ് നമുക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ ഡാർക്ക് സർക്കിൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരും കേട്ടോ. കുറഞ്ഞു വരാൻ തുടങ്ങാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോ കുറച്ചു നേരം മുന്നേ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ ചെറിയൊരു മൂഞ്ചൽ ഇന്നലെ രാത്രി തൊട്ട് നമുക്ക് സംഭവിച്ചു. ഇവിടെ മൈസൂരിൽ കറണ്ട് പോക്കായിരുന്നു. ഇന്നലെ രാത്രി ഒരു 8 o'clock ഒക്കെ ആയപ്പോൾ പോയിട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ കറണ്ട് വന്നത് ഒരു 11:30 11:45 സമയത്തായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് നൈറ്റ് നമുക്ക് ഉണ്ടായിരുന്നു കറണ്ട്. അതിന് ശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് കറണ്ട് വീണ്ടും പോയി. ഇപ്പോൾ സമയം വന്നിട്ട് 12 മണിയായിട്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിയേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ കറണ്ടും ഇല്ല, ഫുൾ മൂഞ്ചി പോയാലും എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ജനലൊക്കെ തുറന്നു വെച്ചിട്ട് നമുക്ക് കുറച്ച് ലൈറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാറ്. എന്നിട്ട് ഞാൻ എന്തായാലും നമുക്ക് പോയി ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ആകുമ്പോഴേക്കും താൻഫുള്ളി കറണ്ട് വന്നു കേട്ടോ. ഇനി ഇതിപ്പോൾ എപ്പോൾ പോകുന്ന അറിയില്ല. പോകാണ്ടിരുന്ന അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയണ വരെ. എനിവേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് അതൊന്നുമല്ല. നമ്മൾ എല്ലാവരും അല്ലേ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് അഥവാ ഡാർക്ക് സർക്കിൾസ്. നമ്മൾ എല്ലാവർക്കും വരാറുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ പഠിത്തം കാരണം ഒരുപാട് പഠിക്കാനുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്, വായന എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് മെജോറിറ്റി ആൾക്കാർക്ക് വരുന്നത് ഫോൺ നോക്കിയിട്ടും TV കണ്ടിട്ടും ഒക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ അങ്ങനെയല്ല പഠിത്തത്തിൻ്റെ എന്ന് പറയുമെങ്കിലും മെജോറിറ്റി ഓഫ് അസ് അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയാണ് അത് വരാറ്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയൊരു അടിപൊളി റെമഡി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. സംഭവം എനിക്കും അത്യാവശ്യം നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ കോളേജിൻ്റെ ലാസ്റ്റ് ഇയർ സമയത്ത് എനിക്ക് കുറച്ച് കൂടുതലായിട്ടത് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് പഠിത്തം ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി. അന്ന് ഞാൻ നുണ പറയല്ല കേട്ടോ. അന്ന് ഞാൻ അധികം അങ്ങനെ ഫോണിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വേണ്ട അത്രയും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും നമ്മൾ സ്റ്റഡീസിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് നമ്മൾ ഈ എന്താ പറയുക കണ്ണ് ഭയങ്കര ഒരു സ്ട്രെസ്സ് കൊടുത്തിട്ട് പഠിക്കുകയല്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താൽ എനിക്ക് എൻ്റെ ഫൈനൽ ഇയറിൻ്റെ ലാസ്റ്റ് എക്സാം സമയത്ത് എനിക്ക് ഒരു കണ്ണിന് കുരു വന്നിട്ട് ലെഫ്റ്റ് ഐയിലായിരുന്നു കേട്ടോ, ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ബൾജ് ചെയ്ത് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടാണ് അത് പോയത്. അത് പോയതിന് ശേഷം എനിക്ക് എന്താ പറയുക ഈ കണ്ണിലൊരു സ്പെഷ്യലായിട്ട് കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കണ്ണിനെ കമ്പയർ ചെയ്തിട്ട് ലെഫ്റ്റ് ഐയിൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പം അത് എസ്പെഷ്യലി ഈ മേലയില്ലേ, മേൽഭാഗത്ത് ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. അത് ഒരു കറുത്ത് ഇങ്ങനെ ഒരു ലൈൻ, നമ്മൾ എന്താ പറയുക സ്മോക്കി ഐലൈനറൊക്കെ ചെയ്യില്ലേ, ഒന്ന് ലൈറ്റായിട്ട് ചെയ്യില്ല, അതുപോലെ ഉണ്ടാവും കേട്ടോ. അതിപ്പം ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്, എന്നാലും കുറച്ചുണ്ട്. അപ്പം എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു ഡാർക്ക് സർക്കിൾ. അപ്പം ഞാൻ എൻ്റെ സ്റ്റഡീസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പോകാൻ വേണ്ടിയിട്ട് എന്താ അങ്ങനെ കുറേ റിസർച്ച് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ടെത്തി, ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഇത് വന്നിട്ട് ലാ പ്യൂ പാഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ കാണുന്നുണ്ടോ? ലാ പ്യൂ പാഫേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇതിൻ്റെ വൈറ്റമിൻ സി സെറമാണിത്. ആൻറ്റി ഓക്സിഡൻറ്റ് കോംപ്ലക്സ് ആണ്, ആൻറ്റി റിങ്കിൾ ആണ്, ബ്രൈറ്റനിങ് ഫോമുലയുണ്ട്, പ്യുവർ വൈറ്റമിൻ സി 20%, വൈറ്റമിൻ ഇ ഉണ്ട്, ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ഫെറൂലിക് ആസിഡും ഉണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 695 ആണ് ഈ ബോട്ടിലിന്. പക്ഷേ എനിക്കിത് ഓഫറിൽ എഗെയിൻ 30 ml ആണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി. എഗെയിൻ എനിക്കിത് ഓഫറിലായിരുന്നു 400 and സംതിങ്ങിനാണ് കിട്ടിയത്. പക്ഷെ നല്ല വേർത്താണ്. നിങ്ങളിപ്പോൾ 400 സംതിങ്ങിന് ഇത് വാങ്ങിയാലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് 2 years കൂടുതലായിട്ടുണ്ട്. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും കാലം യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഹെൽപ്സ് ബ്രൈറ്റൻ ഓവറോൾ കോംപ്ലക്ഷൻ, ബൂസ്റ്റ് കൊളാജൻ പ്രൊഡക്ഷൻ, പ്രൊട്ടക്ട് സ്കിൻ ഫ്രം എൻവയോൺമെൻറ്റൽ സ്ട്രെസ്. അത്രയൊക്കെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ കോമ്പോസിഷൻ, പിന്നെ ഡിറക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ഈവൻലി ടു ഫേസ് ആൻഡ് നെക്ക് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ് ഫോർ ബെസ്റ്റ് റിസൾട്ട്സ്, ഫോളോ വിത്ത് മോയ്സ്ചറൈസർ ആൻഡ് SPF എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഫേസിലും ത്രൂ ഔട്ട് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്. അതായത് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ നൈറ്റ് മാത്രം, ഫസ്റ്റൊക്കെ ഇനീഷ്യലി മോർണിംഗ് ആൻഡ് നൈറ്റ് ആയിരുന്നു യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പം നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നൈറ്റ് കിടക്കുന്ന സമയത്ത് ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നിങ്ങൾക്ക്. ഓക്കെ, ഇങ്ങനെ കേട്ടോ, നല്ല ക്യൂട്ടൊരു കുഞ്ഞൊരു ഗ്ലാസിൻ്റെ ഒരു എന്താ പറയുക കണ്ടെയ്നറാണ് കേട്ടോ ഇത്. വീണ പൊട്ടും, അപ്പം സൂക്ഷിക്കണം. സംഭവം ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പം
30 ml ആണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, കിടക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇതിലൊരു പ്രസ്സറാണ്, ഒരു പഫ് എടുത്താൽ മതി. എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ കണ്ണിൻ്റെ അണ്ടർ ഐസും ഞാൻ ഈ മേൽഭാഗത്തൊക്കെ നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഒരു 2 minutes 2 ഐസിൽ മസാജ് കൊടുത്തിട്ടാണ് ഞാൻ കിടക്കാറ്. അപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനിത് എന്താ പറയുക, കണ്ടിന്യൂസ്ലി ഒരു 15 to 20 days യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും കാണാം. ഞാൻ മാത്രമല്ല, അമ്മ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇതിൽ. ആൻഡ് പിന്നെ മെയിൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ എന്താ പറയുക വൈറ്റമിൻ സി ആയിക്കോട്ടെ, വേറെ എന്ത് നിങ്ങൾ അണ്ടർ ഐ ക്രീംസ് എന്ത് യൂസ് ചെയ്യുന്നെങ്കിലും വേറെ കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഫോൺ യൂസിങ് അല്ലെങ്കിൽ എന്താ പറയുക ഗാഡ്ജറ്റ്സ് ഒരുപാട് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഈവൻ നൈറ്റ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും അങ്ങനെയല്ല, നൈറ്റാണ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുക. എല്ലാ പണിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ കുറച്ച് നേരം കൂടെ നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ നോക്കിയത് അവസാനിക്കില്ല. 1 മണി 2 മണി വരെ നോക്കിയിട്ടായിരിക്കും കിടക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് ശരിക്കും പ്രോപ്പറായി കിട്ടാറില്ല. കാരണം മോർണിംഗ് എണീറ്റ് നമ്മളെല്ലാവരും ബിസി ആയിരിക്കും, ഓഫീസ് വർക്ക് ഉണ്ടാവും, മറ്റ് വർക്ക് ഉണ്ടാവും, അപ്പോൾ എല്ലാത്തിനും പോകണം. അപ്പം നമുക്ക് എഗെയിൻ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ വന്നിട്ട് എന്താ പറയുക ഒരു 5 to 6 hours ആയിട്ട് റെഡ്യൂസ് ആവുകയാണ്. അപ്പം അതൊക്കെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക് ഡാർക്ക് സർക്കിൾ വരാനായിട്ട്. അപ്പം എന്താ പറയുക, ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡിക്വേറ്റ് സ്ലീപ്പ്, അറ്റ്ലീസ്റ്റ് ലൈക്ക് 8 to 8.5 hours ഓഫ് സ്ലീപ്പ് എടുക്കാനായിട്ട് നോക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ, വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ഫുഡ് ഇൻടേക്ക്, അത് നമ്മൾ ആസ് യൂഷ്വൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോയാൽ മതി. നല്ല രീതി എന്താ പറയുക പ്രോപ്പർ ടൈംലി ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ വൈറ്റമിൻ സി സെറമിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കുക മാത്രമല്ല, സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കട്ടോ. ഓവർ ടൈം സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമുക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടൊക്കെ അതെല്ലാം കംപ്ലീറ്റ്ലി പോവും. അതെനിക്ക് നല്ല രീതി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ ഈ സെറം യൂസ് ചെയ്തിട്ട്. അപ്പം എന്താ പറയുക സ്കിന്നിനെ ഒരു ഈവൻ ടോൺ ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം ഈ വൈറ്റമിൻ സി സെറം വാങ്ങണമെന്നില്ല, വേറെ ഏത് വാങ്ങിയാലും ഇതേ ഒരു ഇതായിരിക്കും എന്താ പറയുക റോളായിരിക്കും അതിന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. ബട്ട് ദെൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ലാ പ്യൂ പാഫേ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഈ സെറം അടിപൊളി സെറമാണ്, 100% ഗ്യാരണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബോട്ടിലാണ്, ഇതൊരു ക്യാപ്പാട്ടോ. ഈ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പഫ് രീതിയിലാട്ടോ ഇങ്ങനെ വരിക. ഓക്കെ, ഇതാ ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെയാണ്. അത്യാവശ്യം ഒരു മൈൽഡ് സ്മെല്ലേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ആദ്യം തേക്കണം, പിന്നെ കുറച്ച് കണ്ണിൻ്റെ മേലെ തേക്കുക, 2 കണ്ണിലും കേട്ടോ. ഈ ഒരു ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് ധാരാളമാണ് നമ്മുടെ കണ്ണിലും ഈവൻ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സിൽ തേക്കാനും ഇത് ധാരാളമാണ്. അപ്പം ഇതിനെടുത്തിട്ട് ഇനി നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഒരു 2 minutes മസാജ് കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ മേലിൽ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്താൽ മതി കേട്ടോ. 2 minutes മതിയാവും. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യലി എന്താ പറയുക ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ 2 times യൂസ് ചെയ്യാനായിട്ട് നോക്കുക. മോർണിംഗ് ആൻഡ് രാത്രി കിടക്കുമ്പോൾ നൈറ്റിലും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇനീഷ്യലി അങ്ങനെ ആയിരുന്നു യൂസ് ചെയ്യുക. പിന്നെ എൻ്റെ ഡാർക്ക് സർക്കിൾസ് നല്ല രീതിയിൽ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ വൺസ് ഇൻ എ ഡേ ആയിട്ട് നൈറ്റിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത്രേ ഉള്ളൂ. ഇത് നല്ലോണം മസാജ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു എന്താ പറയുക ഒരു 15 to 20 seconds മസാജ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ 2 minutes കൊടുക്കാനായിട്ട് നോക്കാം. നല്ല രീതിയിൽ മസാജ് കൊടുത്തിട്ട് ഉറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. കേൾക്കുമ്പോൾ വളരെ സില്ലി ആൻഡ് സിമ്പിളായി തോന്നുകയായിരിക്കും, പക്ഷേ ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡാർക്ക് സർക്കിൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരും കേട്ടോ. കുറഞ്ഞു വരാൻ തുടങ്ങും, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. അപ്പം അലോങ് വിത്ത് ദിസ് വൈറ്റമിൻ സി സെറം ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സൂപ്പർബ് വൈറ്റമിൻ സി സെറമാണ്, റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അലോങ് വിത്ത് ദിസ് ഗാഡ്ജറ്റ് നോക്കൽ കുറയ്ക്കണം, പിന്നെ വെള്ളം നല്ലോണം കുടിക്കണം. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, കോഫി പൗഡർ ആൻഡ് അലോവേര ജെൽ, അതായത് 1 tablespoon ഓഫ് കോഫി പൗഡറിന് 1 tablespoon ഓഫ് അലോവേര ജെൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അണ്ടറായി നല്ലോണം തേച്ചൊന്ന് മസാജ് കൊടുത്തിട്ട് രാത്രി ഉറങ്ങുക, രാവിലെ എണീറ്റ് വാഷ് ഓഫ് ചെയ്യുക. അതും കോഫി ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, അണ്ടറായൊക്കെ അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ട്. ഇതിനൊരു 10 to 15 days നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അതായത് ഈ ഡാർക്ക് സർക്കിളിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കറുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് ലെയർ പോയിട്ട് കുറച്ച് ലൈറ്റനായിട്ടുള്ളൊരു ഫീല് നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും കേട്ടോ.
സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും വാങ്ങി നോക്കണം ഈ വൈറ്റമിൻ സി സെറം. അടിപൊളിയാണ്. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഗൈസ്, എനിക്കൊരു പ്ലാൻ ഇങ്ങനെ വന്നതായിരുന്നു. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വെട്ടി കയറ്റുന്നുണ്ട്. അപ്പോൾ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തി എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു 7 days ചലഞ്ച് ചെയ്യാം. 7 days ഓഫ് ഈറ്റിംഗ് ഹെൽത്തി ആൻഡ് ഗെറ്റിംഗ് ഫിറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 7 daysലും ഹോം ബേസ്ഡ് ഫുഡ്സ് കഴിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ എന്താ പറയുക 7 daysൽ മാക്സിമം നമ്മളെ കൊണ്ട് എത്ര ഫിറ്റ് ആവാൻ പറ്റുമോ അത്രയും നമ്മൾ ഫിറ്റ് ആവുകയാണ്. സോ അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം നിങ്ങൾ പറയൂ, അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് എന്തായാലും ചെയ്യണം എന്നുണ്ട് കേട്ടോ. അപ്പം സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൾ സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ.